അവരൊരു ഇൻഡിവിജ്വലാണ്. ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്. ബിസിനസ്, നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം എന്ന്, അതിനെല്ലാ പ്രോത്സാഹനവും നൽകും. പക്ഷേ അത് വ്യക്തിപരമായ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശേഷിയും കഴിവും ഒക്കെ അവർക്കുണ്ട്. അവരാ നിലയിൽ ചെയ്യും. അത് അവർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. ഓക്കെ, അത് ഇപ്പോൾ പെട്ടെന്നാണ് വന്നിരിക്കുന്നത്. പെട്ടെന്നാണത് ഒരു വാർത്തയായി വന്നിട്ടുള്ളത്. ഒരു പുതിയ സംഭവം കിട്ടിയതുപോലെ. എൻ്റെ നോമിനേഷൻ പേപ്പർ നിങ്ങൾക്ക് പരിശോധിക്കാം. നോമിനേഷൻ പേപ്പറിൽ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയാവുന്ന ആളുടെ ഭാര്യ എന്നുള്ളതിൽ ഭാര്യയുടെ സ്ഥാപനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായതുകൊണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാര്യ ആയതുകൊണ്ട്, അതും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നല്ല ബിടെക് ഉൾപ്പെടെയുള്ള ക്വാളിഫിക്കേഷനുള്ള ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു ബിസിനസ് നടത്തരുത് എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? അത് ശരിയാണോ? അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം, നമ്മുടെ ആരുടെയെങ്കിലും സ്വാധീനത്തിൻ്റെ, ഭരണ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കാം. അതല്ലാതെ ഒരു വ്യക്തി ഒരു ബിസിനസ് നടത്തുക, അവർ നല്ല ഹൈ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്തതാണ്. അവരുടെ പൊസിഷനിൽ ജോലി ചെയ്ത ആളുകളൊക്കെ ഇന്ന് ഏത് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. അങ്ങനെയുള്ള ഒരാളുകൾ ഇതുപോലെ കൺസൾട്ടൻസിയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഫീസ് എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. ഞാൻ എൻ്റെ മറ്റു ടെക്നിക്കൽ വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അവരൊരു ഇൻഡിവിജ്വലാണ്. ഒരു ഭർത്താവ് എന്നുള്ളതിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വെറുതെ ഇരിക്കരുത്. ബിസിനസ്, നല്ല ബിസിനസ് പറ്റുന്നത് ചെയ്യണം എന്ന്, അതിനെല്ലാ പ്രോത്സാഹനവും നൽകും. പക്ഷേ അത് വ്യക്തിപരമായ നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് അതിനുള്ള ശേഷിയും കഴിവും ഒക്കെ അവർക്കുണ്ട്. അവരാ നിലയിൽ ചെയ്യും. അത് അവർക്ക് ചെയ്യുന്നതിൽ ഒരു പ്രയാസമില്ല. ഓക്കെ, അല്ല, അത് ഇതിനകത്ത് നോക്കിയാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി തുടങ്ങി ആ കമ്പനിയുടെ പ്രവർത്തനം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലായി. എന്തായാലും അതൊരു ഒളിച്ചു വെച്ച കമ്പനിയാണെന്നൊരു പല പ്രചരണമുണ്ട്. ഒരു ഒളിച്ചു വെച്ചല്ല, നോമിനേഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥാപനം തുടങ്ങി അത് വിജയകരമായി പോകുന്നുണ്ടെങ്കിൽ അത് തുടരാനും, ഇനി അത് വിജയകരമല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാനൊക്കെ ഉള്ള അവകാശം തീർച്ചയായിട്ടും സ്ഥാപനം നടത്തുന്നവർക്കുണ്ട്. ഇനി വിജയകരമായി പോകുന്നതും വേണോ വേണ്ടയോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് പോകണമെന്നൊക്കെ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിന് തീർച്ചയായിട്ടും തീരുമാനിച്ചു. അല്ല, അത് ഏത് പരിശോധന നടത്തി അതൊക്കെ വളരെ കൃത്യമാണ്. അതൊക്കെ എല്ലാം നിയമപരമായിട്ടാണ്. അത് എല്ലാ നിലയിലും പരിശോധിക്കും. അല്ല, അതിൻ്റെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഓരോ വശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഇപ്പോൾ എന്തായാലും അന്വേഷണം ഉണ്ടല്ലോ. എല്ലാ നിലയിലും ഇപ്പോൾ നിങ്ങളീ പറഞ്ഞ സ്ഥാപനത്തെക്കുറിച്ച് പരിശോധിച്ചോട്ടെ. ഞാനത് വളരെ കൃത്യമായി നോമിനേഷനിൽ എഴുതിയതാണ്. എല്ലാ പരിശോധനയും നടത്തി. ഞാനതിൻ്റെ ഓരോ 1, 2, 3, 4, 5ക്ക് മറുപടി പറയാനില്ല.